ഹലോ എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്ററാണ്. ചാപ്റ്റർ 7 ഗ്രാവിറ്റേഷൻ എന്ന ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നമുക്ക് വേഗം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻസ്, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, ദെൻ വെക്റ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ലോ ആൻഡ് ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷൻ ലോ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ ടോപ്പിക്കിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കെപ്ലേഴ്സിന്റെ 3 ലോസ് ആണ് പറയാൻ പോകുന്നത്. ഈ കെപ്ലേഴ്സ് എന്ന സയന്റിസ്റ്റ് 3 ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ലോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ അതിലേക്ക് പോകാം. ഓക്കെ, അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ കെപ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് സോളാർ സിസ്റ്റം നമുക്കറിയാലോ. ഈ സോളാർ സിസ്റ്റത്തിൽ സൺ ആണ് എന്ത് ചെയ്യുക എപ്പോഴും സോളാർ സിസ്റ്റത്തിന്റെ സെന്റർ ആയിട്ടുള്ളത്. ഈ സണ്ണിനെ ചുറ്റിയിട്ട് എന്ത് ചെയ്യുക പ്ലാനറ്റ് എപ്പോഴും റിവോൾവ് ചെയ്യുന്ന നമുക്കറിയാലോ. അത്രയും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഒരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് എന്ത് ചെയ്യുക സണ്ണിന് ചുറ്റും പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എലിപ്റ്റിക്കൽ ഷേപ്പ് നമുക്ക് വരയ്ക്കാം. ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് എന്ന് പറയുമ്പോൾ ഓക്കെ, ഇപ്പോ ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ് എന്ത് ചെയ്യുക എലിപ്റ്റിക്കൽ ഷേപ്പ് പറയാം. ഈ എലിപ്റ്റിക്കൽ ഷേപ്പിനെ ചുറ്റിയിട്ടാണ് എന്ത് ചെയ്യുക ഓരോ പ്ലാനറ്റും എന്ത് ചെയ്യുക റിവോൾവ് ചെയ്യണമെന്ന് പറയാം. അപ്പം അതായത് എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് ഉള്ളത്. അപ്പം സണ്ണാണ് സെന്ററിലെങ്കിൽ സെന്ററിനെ ചുറ്റിയിട്ടാണ് എന്ത് ചെയ്യുക പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര കാര്യങ്ങൾ പറയാനുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഒരു ലൈൻ വരയ്ക്കുകയാണ്. ഈ ലൈൻ അല്ലെങ്കിൽ ആക്സിസിനെ പറയുന്ന പേരാണ് മേജർ ആക്സിസ്. എന്താണ് മേജർ ആക്സിസ്? ഓക്കെ, അപ്പോൾ ഈ മേജർ ആക്സിസിൽ നമ്മൾ 2 ഫോക്കസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അപ്പം ഇതാണ് ഫോക്കസ് F1 എന്നുള്ള പോയിന്റ്, ഫോക്കസ് F2 എന്നുള്ള പോയിന്റ്. ഈ ഒരു ലൈനാണെന്ന് പറയാം മൈനർ ആക്സിസ്. അതാണ് മൈനർ ആക്സിസ്. ഓക്കെ, അപ്പം ഈ ഏതെങ്കിലും ഒരു ഫോക്കസിലാണ് എന്ത് ചെയ്യുക സണ്ണിന്റെ പൊസിഷൻ ഉണ്ടാവുക. അപ്പൊ സണ്ണിന്റെ പൊസിഷൻ ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ F2ലായിരിക്കും ഉണ്ടാവുക, F എന്നുള്ള പൊസിഷനിൽ. അപ്പോൾ ഈ സണ്ണിനെ ചുറ്റിയാണ് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പം പ്ലാനറ്റ് ഇവിടെ എടുക്കുകയാണെങ്കിൽ പ്ലാനറ്റ് സണ്ണ്, ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുക സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. ഒരു എലിപ്റ്റിക്കൽ വാക്കിലാണ് നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ സണ്ണ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫോക്കസിലും ആയിരിക്കും. ഈ കാര്യമാണ് എന്ത് ചെയ്യുക കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോ പറയുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് എന്താ നമുക്ക് നോക്കാം. എവറി പ്ലാനറ്റ് റിവോൾവ്സ് അറൌണ്ട് ദ സൺ ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വിത്ത് സൺ അറ്റ് വൺ ഓഫ് ഹിസ് ഫോക്കസ്. എല്ലാ പ്ലാനറ്റും എന്ത് ചെയ്യുക ഒരു സണ്ണിനെ ചുറ്റി എന്ത് ചെയ്യുക റിവോൾവ് ചെയ്യുന്നത് അല്ലെ. ഈ സണ്ണ് എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും ഏതെങ്കിലും ഒരു ഫോക്കസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അതൊരു എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് പ്ലാനറ്റ് സണ്ണിനെ ചുറ്റുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക കെപ്ലേഴ്സിന്റെ ഫസ്റ്റ് ലോ എന്നതിലൂടെ പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് ഫസ്റ്റ് ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം സെക്കൻഡ് ലോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഇനി സെക്കൻഡ് ലോ ഓഫ് ഏരിയാസ് എന്ന് പറയാം. എന്താണ് ലോ ഓഫ് ഏരിയാസ്? ഫസ്റ്റ് ലോ നമ്മൾ പറഞ്ഞത് ലോ ഓഫ് ഓർബിറ്റ് എന്നാണ് ഞാൻ പറയാൻ വിട്ടതാണ്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ലോ എന്ന് പറഞ്ഞാൽ ലോ ഓഫ് ഏരിയാസ് എന്നാ പറയാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യണം. ഒരു എലിപ്റ്റിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എലിപ്റ്റിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത്രേ കാര്യങ്ങളേ ഉള്ളൂ. ഇവിടെ ഇതൊരു മേജർ ആക്സിസ് ആണ്, ഇത് മൈനർ ആക്സിസ് ആണെന്ന് പറയാം. ഇപ്പൊ സണ്ണിന്റെ പൊസിഷൻ ഇവിടെയാണ് വിചാരിക്കാം. സണ്ണിന്റെ പൊസിഷനാണ് ഇവിടെയാണ് സണ്ണുള്ളത്. ഓക്കെ, ഈ സണ്ണ് എന്ത് ചെയ്യാം ആദ്യം ഇവിടെയാണ് പ്ലാനറ്റ് വിചാരിച്ചോ. പ്ലാനറ്റ് വന്നത് എന്നുള്ള പൊസിഷനിൽ ഈ പ്ലാനറ്റ് എന്ത് ചെയ്യാം ഈ സണ്ണ് കറങ്ങുന്നതനുസരിച്ച് പ്ലാനറ്റ് റിവോൾവ് ചെയ്ത് ചുറ്റും. അപ്പൊ ഈ പ്ലാനറ്റ് കുറച്ച് കഴിഞ്ഞപ്പോ എവിടെ എത്തി? ഒരു മിനിറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോ ബി എന്നുള്ള ഒരു പോയിന്റിലേക്ക് എത്തി. ക്ലിയർ ആണല്ലോ? അപ്പോ ഈ സണ്ണ് ഇവിടെ എത്തി. അപ്പം ഇവിടെ ഒരു ഇങ്ങനെ പറഞ്ഞൂടെ ഈ സണ്ണ് കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നിട്ട് ഇവിടെ എത്തുമല്ലോ. ആ പോയിന്റ് ആണ് സി എന്ന് പറയാം. അങ്ങനെ എന്ത് ചെയ്യാം ഓരോ സമയത്ത് പ്ലാനറ്റ് എന്ത് ചെയ്യാം സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഓരോ ടൈമും ഉണ്ടാവും അല്ലെ. അപ്പൊ നമുക്ക് കുറച്ച് ദിവസത്തിന് അതായത് A to B ലേക്ക് വേണ്ടി എടുക്കുന്ന സമയം 20 ദിവസമാണ്. 20 ഡേയ്സ്. ഓക്കെ, അപ്പൊ B to C ലേക്കും 20 ഡേയ്സ് ആണെന്ന് വിചാരിക്കുക. ക്ലിയർ ആണല്ലോ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എടുത്ത ദിവസങ്ങൾ തുല്യമാണ്. അപ്പൊ എന്ത് ചെയ്യാം അവിടെയുള്ള ഏരിയയും തമ്മിൽ എന്തെങ്കിലും തുല്യമായിരിക്കും. ഇവിടെയുള്ള ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇവിടെയുള്ള ഏരിയ, ഇതാണ് ഇവിടെയുള്ള ഏരിയ. ഓക്കെ, അപ്പൊ തുല്യ സമയത്ത് എന്ത് ചെയ്യുക തുല്യ ഏരിയ ആണ് എന്ത് ചെയ്യുക ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുക സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നത്. ഇതാണ് ശരിക്കും എന്താ പറയാ കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ. അതായത് തുല്യ സമയത്ത് തുല്യ ഏരിയ ആണ് എന്ത് ചെയ്യുക ഈ പ്ലാനറ്റ് കവർ ചെയ്യുന്നത്. അതിനാണ് എന്താ പറയുക നമ്മളിത് കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് നോക്കാം. എന്താ പറയുക, ദ ലൈൻ ഒന്ന് വായിക്കും. ദ ലൈൻ ജോയിനിങ് ദ പ്ലാനറ്റ് ആൻഡ് ദ സൺ
സീപ്സ് ഔട്ട് ഈക്വൽ ഏരിയാസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ഓർ മനസ്സിലായോ? അതായത് ഈക്വൽ ടൈമിൽ എന്ത് ചെയ്യുക, ഈക്വൽ ഏരിയ കവർ ചെയ്യുക. ഇതിനാണ് എന്ത് പറയാ, കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയാം. അപ്പൊ നമുക്ക് അങ്ങനെ ഇതിനെ റെപ്രസെന്റ് ചെയ്യാലോ. ഏരിയ ഡിവൈഡർ ബൈ ടൈം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഏരിയ ബൈ സമയം എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് എന്ത് പറയുക, കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോയിൽ പറയാം. ഈ ഏരിയ ബൈ സമയത്തിനെ നമ്മൾ പറയുന്ന പേരാണ് ഏരിയൽ വെലോസിറ്റി. ഏരിയ ബൈ സമയത്തിന് പറയുന്ന പേരാണ് ഏരിയൽ വെലോസിറ്റി. അപ്പം ഏരിയൽ വെലോസിറ്റി, അപ്പൊ ഈ ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, അതൊരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതാണ് സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനെ നമുക്ക് ഇങ്ങനെയും പറയാം, ദ ഏരിയൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ് എ കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെയും പറയാം അല്ലെ. അപ്പം ഏരിയ ബൈ ടൈമിനാണ് എന്ത് പറയാ, ഏരിയൽ വെലോസിറ്റി പറയാം. അപ്പൊ ഏരിയൽ വെലോസിറ്റി ആർ ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. അപ്പൊ കെപ്ലേഴ്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത് തുല്യ സമയത്ത് തുല്യ ഏരിയ ആണ് എന്ത് ചെയ്യുക, പ്ലാനറ്റ് കവർ ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും, ഏരിയ ബൈ ടൈം എന്ന് പറയുന്നത് ഏരിയൽ വെലോസിറ്റി ഏരിയ ഒരു കോൺസ്റ്റന്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതിന്റെ പ്രൂഫ് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമുക്ക് അതിലേക്ക് പെട്ടെന്ന് തന്നെ പോകാം. ഓക്കെ, അപ്പോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു എലിപ്റ്റിക്കൽ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, എലിപ്റ്റിക്കൽ കർവ്. നമ്മൾ എന്താ പ്രൂഫ് എന്താ വേണ്ടത്, അതായത് ഏരിയനെ ചേഞ്ചിങ് ഏരിയന് ഡെൽറ്റ എ എന്ന് കൊടുക്കുക ബൈ ഡെൽറ്റ ടി ഒരു കോൺസ്റ്റന്റ് ആണോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ചേഞ്ചിങ് ഏരിയ ബൈ സമയത്തിനനുസരിച്ച് ഏരിയ എന്ത് ചെയ്യുക, തുല്യമായിട്ടാണ് മാറുന്നത് അല്ലെ. തുല്യമായിട്ടാണ് എന്ത് ചെയ്യുക, തുല്യ സമയത്ത് തുല്യ ഏരിയ ആണ് എന്ത് ചെയ്യുക, ഈ പ്ലാനറ്റ് കവർ ചെയ്യുന്നത് എന്ന് ഒരു കോൺസ്റ്റന്റ് ആണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എലിപ്റ്റിക്കൽ പാത്ത് കൺസിഡർ ചെയ്യാണ്. ഒരു എലിപ്റ്റിക്കൽ പാത്ത് ഒന്നും കൂടി വരയ്ക്കാം. ഒരു എലിപ്റ്റിക്കൽ പാത്താണ് കൺസിഡർ ചെയ്യുന്നത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ മേജർ ആക്സിസ് ആണ്. ഇതാണ് ഇവിടെയാണ് സൺ ഉള്ളത്. സൺ ഇവിടെ ഉണ്ട്, സണ്ണ്. അപ്പോൾ എ എന്നുള്ള പോയിന്റിലേക്ക് എടുക്കുന്ന എ എന്നുള്ള പോയിന്റ് ഉണ്ട്. അപ്പൊ ഇതാണ് എ എന്നുള്ള പോയിന്റ്, ഇവിടെയാണ് സൺ ഉള്ളത്. ഓക്കെ, അപ്പൊ ഈ ഇവിടെയാണ് പ്ലാനറ്റ് ഉള്ളത്, ഇവിടെ എത്തി ബി എന്നുള്ള പോയിന്റിലെത്തി. അപ്പൊ ഉണ്ടാകുന്ന ഏരിയ എന്ന് പറയുന്നത് ഇതിനിടയിൽ ഉണ്ടാവും ഏരിയ. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന് വേണ്ടി ഒരു ചെറിയ സമയം എടുക്കുമല്ലോ, ഡെൽറ്റ ടി സമയം. എ എന്ന ബിയിലേക്ക് ഒരു സമയം വേണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ എന്ന് ബിയിലേക്ക് പോലെ ഒരു വെലോസിറ്റി ഉണ്ടാവുമല്ലോ, ആ വെലോസിറ്റി ആണ് ബി ബി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുക, നമ്മൾ സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യേണ്ടി വേണ്ടത്. ഒരു പ്ലാനറ്റ് എടുക്കുക, പ്ലാനറ്റിന്റെ ഒരു ചെറിയ ഡിസ്പ്ലേസ്മെന്റ് എടുക്കും അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് പറയുമ്പോൾ ഒരു വെലോസിറ്റി ഉണ്ടാവും ഒരു ഗിവൺ ടൈമിൽ. അപ്പൊ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുക, പ്രൂഫിന് വേണ്ടത്. അപ്പൊ ഈ ഡയഗ്രം മസ്റ്റ് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, അപ്പൊ നമ്മളിത് പ്രൂവ് ചെയ്യാൻ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, കെപ്ലേഴ്സിന്റെ ലോ സെക്കൻഡ് ലോ പ്രൂവ് ചെയ്യാണ്. അപ്പം ഇനി ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന കാര്യം നമുക്ക് എഴുതാം. നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്താ, വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് ഇവിടെ എന്താ, ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. വെലോസിറ്റി ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. ഇപ്പൊ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഡെൽറ്റ എസ് ആണ് ഡെൽറ്റ ടി സമയത്ത്. അങ്ങനെയാണെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇവിടെ പുറത്തേക്ക് എഴുതാലോ, ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഡെൽറ്റ എസ് ഈസ് ഈക്വൽ ടു വി ഡെൽറ്റ ടി. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ഒന്നുകൂടി എഴുതാം. ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്നാണ്. ക്ലിയർ ആണല്ലോ. ഇതൊരു റെക്ടാങ്കിൾ ആണ് അല്ലെ. അപ്പൊ ഈ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ആണ്. അപ്പോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതിക്കോട്ടെ, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, ലെങ്ത് ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇവിടെ റെക്ടാങ്കിൾ ആകുമ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ, ഒരു മിനിറ്റ്, ഇതാണ് ഇതിന്റെ റേഡിയസ് വിചാരിച്ചു. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ, അതിന്റെ ബ്രെഡ്ത്ത് ആണ് അല്ലെ. ഹാഫ് ഇൻറ്റു ആർ ഇൻറ്റു ഇവിടെ എന്ത് ഹൈറ്റ് ഇല്ല, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. അതായത് നമുക്ക് ഒന്നും കൂടി എഴുതാം, അതായത് ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ബൈ ഡെൽറ്റ ടി അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബ്രെഡ്ത്ത് എത്രയാണ്, ഹാഫ് ഇൻറ്റു ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ആർ ഇൻറ്റു ഹൈറ്റ് ഓഫ് വി ഡെൽറ്റ ടി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ക്ലിയർ ആണല്ലോ. ഇത്ര കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ നമ്മൾ താഴേക്ക് എഴുതാം.
ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി ഇൻറ്റു ഡെൽറ്റ ടി. അപ്പം വെട്ടിപ്പോകേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് വെട്ടിപ്പോകാം. അപ്പോൾ വെട്ടിപ്പോകേണ്ട ഡെൽറ്റ ടി ഇവിടെ വെട്ടിപ്പോയി. അപ്പം ബാക്കിയുള്ള എന്താ, ബാക്കിയുള്ള ഇവിടെ ഏതാ, ഒരു മിനിറ്റ്, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് ഇൻറ്റു ആർ ക്രോസ് വി. ഇനി എന്ത് ചെയ്യുക, ഒരു എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഒരു എമൗണ്ട് ഡിവൈഡും ചെയ്യാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യുക, എം ബൈ എം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡും ചെയ്യുക. അപ്പോൾ നമുക്ക് തന്നെ കിട്ടുന്ന ഹാഫ് ഇൻറ്റു മാസിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അതിനാണ് എന്ത് ചെയ്യുക, മൊമെന്റ് എന്ന് പറയാം. ഹാഫ് ഇൻറ്റു ആർ ക്രോസ് പി ബൈ എം, ഇവിടെ 1/2 നിർത്തി. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം ആംഗുലർ വെലോസിറ്റി എൽ ഈക്വൽ ടു ആർ ക്രോസ് പി എന്നറിയാം. അപ്പം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത് L/2 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ L/2 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അപ്പൊ എന്താ പറയുക, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ടു L/2. സപ്പോസ് ഇപ്പോൾ ഇനി നമ്മൾ പറയേണ്ടത് എന്ത് ചെയ്യുക, നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കറിയാം ഇവിടെ മാസ് എന്ന് പറഞ്ഞ ഒരു ബോഡിയുടെ മാസ് കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ഇവിടെ അപ്പൊ എന്ത് മാത്രമേ ചേഞ്ച് ചെയ്തു, എല്ല് മാത്രം എന്ത് ചെയ്യുക, അതായത് ആംഗുലർ മൊമെന്റ് മാത്രം എന്ത് ചെയ്യുക, ഇവിടെ ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചേഞ്ച് ചെയ്യേണ്ടത് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാല് നമുക്കറിയാം ടോർക്ക് എന്ന് പറഞ്ഞാല് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ടോർക്ക് ഇസ് ഇക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, ഒരു റൊട്ടേറ്റിംഗ് ബോഡിയാണ് വിചാരിച്ചോ. ഒരു നമുക്കറിയാം സണ്ണാണ് സെൻട്രൽ. അപ്പൊ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുക, പ്ലാനറ്റ് റിവോൾവ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഒരു പുറത്തുനിന്ന് ഒരു ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ല. എന്താണ്, പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യില്ലെങ്കിൽ എന്ത് ചെയ്യാം, അപ്പം അത് എഫ് എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാല് 0 ആയിരിക്കും അല്ലെ. പുറത്തുനിന്ന് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യണില്ല. എന്ത് ചെയ്യാം, ഒരു പ്ലാനറ്റിന്, അതായത് സണ്ണിന് ചുറ്റും പ്ലാനറ്റ് ആണ് റിവോൾവ് ചെയ്യുന്നത്. റിവോൾവ് എന്ത് ചെയ്യുക, ഉള്ളിലേക്ക് മാത്രമേ ഒരു ഫോഴ്സ് ഉണ്ടാകും. ആ ഫോഴ്സ് എന്ത് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് ആണ്. ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഗ്രാവിറ്റേഷൻ ആണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോ ഫോഴ്സ് എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും മാച്ച് ചെയ്യണില്ല അല്ലെ. നമുക്കറിയാം സോളാർ സിസ്റ്റത്തിന്റെ സെൻട്രൽ സണ്ണാണ്. സണ്ണാണ് എന്ത് ചെയ്യുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രകാരം എന്ത് ചെയ്യുക, ആ പ്ലാനറ്റിനെ ഇങ്ങനെ അതിന്റെ സെന്ററിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കണേ. ക്ലിയർ ആണല്ലോ. അപ്പം വേറൊരു ഫോഴ്സും പുറത്തുനിന്ന് അവിടേക്ക് ആക്ട് ചെയ്യണില്ല. അങ്ങനെയാണെങ്കിൽ എഫ് എക്സ്റ്റേണൽ 0 ആണ്. അപ്പൊ ആണെങ്കിൽ നമുക്ക് ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, 0 ആക്കും. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ ടോർക്ക് നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ടോർക്ക് ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. ടോർക്ക് 0 ആണെങ്കിൽ dl/dt എന്ത് ചെയ്യുക, 0 ആയിരിക്കും. dl/dt എന്ത് ചെയ്യുക, 0 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറഞ്ഞൂടെ, L എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. L ഈസ് ഈക്വൽ ടു ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതി കൂടെ, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് പ്രൂവ് ചെയ്തല്ലോ. അപ്പൊ നിങ്ങൾ ഈ പ്രൂഫ് വളരെ എളുപ്പമാണ്, നിങ്ങൾ ഇത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം എന്താ പ്രൂവ് ചെയ്ത്, ഡെൽറ്റ എ ബൈ ഡെൽറ്റ ഈക്വൽ ടു എ കോൺസ്റ്റന്റ് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോകാം. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത എടുക്കാൻ പോകുന്നത് കെപ്ലറിന്റെ തേർഡ് ലോ ഓഫ് എന്നുള്ള കാര്യമാണ്. ഇതിനെ പറയുന്നതാണ് ലോ ഓഫ് പീരീഡ്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് കാര്യം നമുക്ക് നോക്കാം. ഇത്രയേ ഉള്ളൂ. ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാല് സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് എന്ത് ചെയ്യുക, പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അതെങ്ങനെ എഴുതാം, ടൈം പീരീഡിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസിന്റെ ക്യൂബിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ഒരു ലോ ആണ് എന്ത് ചെയ്യുക, കെപ്ലറിന്റെ തേർഡ് ലോ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. സ്ക്വയർ ഓഫ് പീരീഡ് ഓഫ് പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ ക്യൂബ് റൂട്ട് ഓഫ് സെമി മേജർ ആക്സിസ്. ഇതാണ് കെപ്ലറിന്റെ തേർഡ് ലോ പറയുന്നത്. അപ്പൊ അതിന്റെ പ്രൂഫ് എങ്ങനെയാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, ഒരു എലിപ്റ്റിക്കൽ പാത്ത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ അതാണ് പറയാൻ പോകുന്നത്. എലിപ്റ്റിക്കൽ പാത്ത് കൺസിഡർ ചെയ്ത് നമുക്കറിയാം ഒരു ബോഡി ഉണ്ട്. അപ്പൊ ഒരു സണ്ണാണ് സെൻട്രൽ അല്ലെ. ഒരു സണ്ണ് കൺസിഡർ ചെയ്യുക. അപ്പൊ സണ്ണിന് ചുറ്റും എന്ത് ചെയ്യുക, പ്ലാനറ്റ് റിവോൾവ് ചെയ്യണേ. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഏതൊരു ബോഡിയാണ് എന്ത് ചെയ്യുക, ഒരു ബോഡിനെ സെൻട്രലാണ്, ആ സെൻട്രൽ ആസ്പദമാക്കി ഒരു ബോഡി കറങ്ങുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സെൻട്രലിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ ഫോഴ്സ് ആണ് എന്ത് ചെയ്യുക, സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയാം. ഇവിടെ സെൻട്രൽ എന്ത് ചെയ്യുക, സണ്ണാണ് അല്ലെ. സണ്ണിന് ചുറ്റിയാണ് പ്ലാനറ്റ് റിവോൾവ് ചെയ്യുന്നത്. അപ്പൊ ഈ സണ്ണാണ് എന്ത് ചെയ്യുക, അവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സിന് കാരണം അറിയാം, ഇവിടെ സണ്ണാണ്. അപ്പൊ സണ്ണ് എന്ത് ചെയ്യുക, ഈ പ്ലാനറ്റ് എന്ത് ചെയ്യുക, അട്രാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണെങ്കിൽ ഇവിടെ സണ്ണാണ്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ സണ്ണാണ്. ഓക്കെ, ഇപ്പോ ഇവിടെ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇവിടെ സെൻട്രലിലേക്ക് കൊടുക്കുന്നുണ്ട്. ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൊടുക്കുന്ന ആരാണ്,
അതായത് സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കാൻ കാരണം ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൂടെ കൊടുക്കുന്ന സണ്ണാണ് അല്ലെ. ഈ സണ്ണാണ് എന്ത് ചെയ്യുക പ്ലാനറ്റിനെ ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ജി ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ സ്മോൾ എം ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. അതിൽ ക്യാപിറ്റൽ എം എന്ന് പറയുന്നത് സണ്ണിന്റെ മാസാണ്. സണ്ണിന്റെ മാറ്റ് ക്യാപിറ്റൽ എം ആണ്. ഓക്കെ, ഇവിടെ ആണല്ലോ പ്ലാനറ്റ് ഉണ്ടാവുക. പ്ലാനറ്റിന് മാഗ് സ്മോൾ എം ആണ് അല്ലെ. അപ്പം GMM ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്നാണ് എന്ത് ചെയ്യുക നമ്മള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വേഷൻ. അപ്പോൾ അതെന്ത് ചെയ്യുക സെൻട്രിപിറ്റൽ ഫോഴ്സിന് ഈക്വൽ ആണ്. കാരണം ഇവിടെ സെൻട്രിപിറ്റൽ ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ ഗ്രാവിറ്റേഷൻ ആണ് അല്ലെ, അതായത് സണ്ണാണ്. അങ്ങനെയാണ് സെൻട്രിപിറ്റൽ ഫോഴ്സ് എന്താ എം, അതായത് സ്മോൾ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അല്ലെ. ഓക്കെ, ഇപ്പൊ നമ്മള് ഇവിടെ ഈ ആറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക എ എന്നാണ് എടുക്കുക. കാരണം എന്താ വെച്ചാല് നമുക്ക് അറിയാം, ഇപ്പൊ നമ്മളിവിടെ വരയ്ക്കുകയാണെങ്കിൽ ഇത് മേജർ ആക്സിസ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ടോട്ടൽ ലെങ്ത് 2 ആണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആറിന് പകരമായിട്ട് എന്ത് ചെയ്യാം റേഡിയസിന് പകരമായിട്ട് എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ജി ക്യാപിറ്റൽ എം സ്മോൾ എം ഡിവൈഡഡ് ബൈ എ സ്ക്വയർ എന്ന് പറയുന്നത് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ എന്ന് കൊടുത്തൂടെ. അപ്പൊ അത് വെട്ടിപ്പോയുള്ള കാര്യങ്ങളൊക്കെ വെട്ടിപ്പോവാ. എന്തൊക്കെ ഈ സ്ക്വയറും എയും വെട്ടിക്കൂടെ. പിന്നെ സ്മോൾ എമ്മും വെട്ടിപ്പോകാൻ പറ്റും. അതിന് ബാക്കി എന്താവുക ജി ക്യാപിറ്റൽ എം ഡിവൈഡഡ് ബൈ എ ഈക്വൽ ടു വി സ്ക്വയർ എന്നുണ്ടാവും. ക്ലിയർ ആണല്ലോ. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യാം എപ്പോഴും പറയുന്നത് വെലോസിറ്റി പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. അപ്പം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഓക്കെ, അപ്പൊ ഒരു ഫുൾ നമുക്കറിയാം ഒരു പ്ലാനറ്റിന്റെ ഫുൾ റൊട്ടേറ്റ് ചെയ്ത് വരാൻ എടുക്കുന്ന സമയം നമുക്ക് അതായത് ഇപ്പൊ ഒരു സർക്കിൾ എന്ന് പറഞ്ഞ ഒരു സർക്കിൾ ഉണ്ട് അല്ലെ. അപ്പൊ സർക്കിളിന്റെ ഫുൾ റേഡിയസ് എന്ന് പറയുമ്പോൾ എന്താ 2πr എടുക്കാം. 2πr ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എങ്ങനെ എടുക്കാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ ഒരു പ്ലാനറ്റ് ആ പൊസിഷനിൽ നിന്ന് പോയി ആ പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 2πr ആണ് അല്ലെ. അപ്പൊ ഈ ആറിന് പകരം നമ്മൾ എന്ത് ചെയ്യുക എ എന്ന് എടുക്കാം. അപ്പൊ എന്ത് ചെയ്യാം ഇങ്ങനെ ഇവിടെ 2πa ടൈം എന്ന് പറഞ്ഞാൽ എന്താ അവിടെ എന്ത് ചെയ്യാം ടൈം പീരീഡ് എന്നാണ്. അതിപ്പോ ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാനറ്റ് എ എന്നുള്ള പോയിന്റിൽ നിന്നാണ് പ്ലാനറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എന്നുള്ള പോയിന്റിൽ പോയിട്ട് വീണ്ടും എ തന്നെ ഉള്ള പോയിന്റിലേക്ക് എത്താൻ ആവശ്യമുള്ള സമയമാണ്. അതാണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പം ടൈം പീരീഡ് നമ്മൾ എന്ത് ചെയ്യുക ക്യാപിറ്റൽ ടി എന്നുള്ള ഇതിൽ എടുക്കാം. ഓക്കെ, ഇനി കിട്ടിയ വീനെ നമ്മൾ എന്ത് ചെയ്യാം മേലത്തെ കേസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക വി എന്ന് പറയുന്നത് GM/A ഈക്വൽ ടു ഇവിടെ 2π/a × t അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം ഇവിടെ വി സ്ക്വയർ ആണല്ലോ. അപ്പൊ സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുക 4π² ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത്ര കാര്യം കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാം ബാക്കി അടുത്ത പേജിൽ എഴുതാം. അപ്പൊ എന്താ കിട്ടിയത് GM/A ഈക്വൽ ടു എന്താ 4π² a² ഡിവൈഡ് ബൈ ടി സ്ക്വയർ. 4π² a² ഡിവൈഡ് ബൈ ടി സ്ക്വയർ. ഇനി നമ്മൾ ടി സ്ക്വയർ എന്ന് കാണാം. അങ്ങനെ ടി സ്ക്വയർ എന്ന് പറയുന്നത് ഈക്വൽ ടു ആണ് 4π² ഡിവൈഡഡ് ബൈ GM ഇൻറ്റു ഇവിടെ a² ഇൻറ്റു a ഉണ്ട് അല്ലെ. അത് രണ്ടും കൂടി a³ എന്ന് പോയി. അങ്ങനെയാണെങ്കിൽ ഈ 4π² GM എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി സ്ക്വയർ ഏതല്ലോ t² പ്രൊപ്പോർഷണൽ ടു a³. ക്ലിയർ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് t² പ്രൊപ്പോർഷണൽ ടു a³. അപ്പൊ നമ്മൾ പ്രൂവ് ചെയ്തല്ലോ. ഓക്കെ, അപ്പൊ എന്തിന് സ്ക്വയർ ഓഫ് ടൈം പീരീഡ് ഓഫ് എ പ്ലാനറ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ എന്താണ് ക്യൂബ് റൂട്ട് ഓഫ് സെമി മേജർ ആക്സിസ്. അതാണ് നമ്മൾ എന്ത് ചെയ്യുക പ്രൂവ് ചെയ്തത്. അപ്പൊ ഈ ചെറിയ പ്രൂഫ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിച്ചിരിക്കണം. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അതെന്താണെന്ന് പറയാൻ പോകുന്നത്. സപ്പോസ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് രണ്ട് മാസ് കൺസിഡർ ചെയ്യുന്നുണ്ട്, മാസ് M1 ആൻഡ് M2. ഓക്കെ, അപ്പൊ ഇത് ഈ മാസിനെ നമ്മൾ എന്ത് ചെയ്യാം M1 എന്നാണ് പറയാം, ഇതിനെ M2 മാസാണ് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ രണ്ട് വസ്തുക്കൾ ഇവിടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമുക്കറിയാം എല്ലാ വസ്തുക്കളും ന്യൂട്ടന്റെ ലോ പ്രകാരം എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യാം അങ്ങോട്ട് പരസ്പരം ആകർഷിച്ചിട്ടാണുള്ളത് അറിയാം. ഓക്കെ, അപ്പോൾ ഇവ തമ്മിൽ എന്ത് ചെയ്യാം ഒരു അട്രാക്റ്റീവ് ഫോഴ്സസ് ഉണ്ടാവും. ക്ലിയർ ആണല്ലോ. ഈ അട്രാക്റ്റീവ് ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് ഓഫ് ദ മാസസിന് എന്ത് ചെയ്യാം പ്രൊപ്പോർഷണൽ ആയിരിക്കും. രണ്ട് മാസം എന്ത് ചെയ്യാം പ്രൊപ്പോർഷണൽ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ആ ഫോഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസ് അല്ല ഡിസ്റ്റൻസിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്
ന്യൂട്ടൺസ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുമ്പോൾ രണ്ട് മാസസ് ഉണ്ടെങ്കിൽ ആ രണ്ട് മാസസിലും രണ്ട് മാസസ് ഉണ്ട്. അപ്പോൾ ഉണ്ട്. അതുപോലെ തന്നെ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് 6 ആണെങ്കിൽ ഓക്കെ, അങ്ങനെ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എഫ് പ്രൊപ്പോർഷണൽ ടു m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ എഴുതി കൂടെ രണ്ടും കൂടി ഒരുമിച്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റി ആണ് എഫ് ഈസ് ഈക്വൽ ടു g m1 m2 ഡിവൈഡ് ബൈ r സ്ക്വയർ. ക്ലിയർ ആണല്ലോ? ഈ ഒരു ക്വാണ്ടിറ്റി ഇല്ലേ, അതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്? അതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 6.67 ഇൻറ്റു 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് കേട്ടോ. ഇതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. അപ്പൊ പ്രൊപ്പോർഷണൽ സൈൻസ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ കോൺസ്റ്റന്റ് ആണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി എന്താണെന്നുള്ളത് ഈ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണെന്ന് പറയാം, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ എന്താണെന്ന് പറയാം. Okay, every body in the universe attracts every other body with a force which is directly proportional to the product of their masses and inversely proportional to the square of the distance between them. Okay, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സ്, അപ്പോൾ അവിടെ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ഈ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ത് ചെയ്യുക, അവിടെ ഉണ്ടാകുന്ന മാസസിന്റെ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്ത് ചെയ്യുക, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്. അവ തമ്മിലുള്ള ദൂരത്തിന് എന്ത് ചെയ്യുക, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസിന് എന്ത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ ലോ ആണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയാം. അതിനാൽ നമ്മൾ ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു പുതിയ ക്വാണ്ടിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അതാണ് ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയാം. കോൺസ്റ്റന്റ് ഒന്നും കൂടി ചെയ്താ ഒരു മിനിറ്റ്. ജി എന്ന് പറയുമ്പോൾ ജി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്താ പറയാ, ജി എന്ന് പറയാം. അതിന്റെ വാല്യൂ 6.67 × 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാം, എങ്ങനെ ഗ്രാവിറ്റേഷണൽ ലോനെ ബെറ്റർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ നോക്കാം. ബെറ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷണൽ ലോ. അപ്പൊ അതാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേമാതിരി തന്നെ രണ്ട് ബോഡി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് m1 എന്നുള്ളൊരു ബോഡി ഉണ്ട്, m2 എന്നുള്ള ബോഡി ഉണ്ട്. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കുക, ഈ m എന്നുള്ള ബോഡീനെ ഈ എല്ലാ വസ്തുക്കളും പരസ്പരം എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും അട്രാക്ട് ചെയ്തിട്ടുണ്ട്. അതാണല്ലോ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അവ തമ്മിൽ എന്ത് ചെയ്യുക, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടോ. ഈ m1 എന്നുള്ള മാസിനെ m2 ഇങ്ങോട്ട് വലിക്കും. ക്ലിയർ അല്ല, അങ്ങോട്ട് വലിക്കും. അതുപോലെ തന്നെ m2 എന്നുള്ള മാസിനെ m1 എന്ത് ചെയ്യുക, അങ്ങോട്ട് വലിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതിക്കൂടെ, ഫോഴ്സ് ആക്ടിങ് ഓൺ m2 ഫോഴ്സ് ആക്ടിങ് m2 ഓൺ m2 ഡ്യൂ ടു m1. ഓക്കെ, ഈ m2 എന്ന മാസിലേക്ക് m2 എന്നുള്ള മാസം എന്ത് ചെയ്യുക, m1 എന്നുള്ള മാസിനെ വലിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നാണ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F21 എഴുതിക്കൂടെ, F21 എഴുതാൻ പറ്റും. ഓക്കെ, F21 എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? F21 എഴുതാൻ പറ്റും. ഒരു മിനിറ്റ്, നമുക്ക് സിമ്പിൾ എഴുതുമ്പോൾ ഓക്കെ, നമ്മൾ ഇനി എടുക്കാൻ വേണ്ട വെക്ടർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ലോ എന്നാണ് അല്ലേ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് മാസം നേരത്തെ മാതിരി കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ അതിൽ ഫസ്റ്റത്തെ മാസമാണ് എന്ത് ചെയ്യുക, m1, സെക്കൻഡ് മാസമാണ് m2. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുക, എവരി ബോഡി ഇൻ ദ യൂണിറ്റ് അട്രാക്ട് ഇറ്റ്സെൽഫ് അല്ലെ, അട്രാക്ട് ഈച്ചതർ. രണ്ട് വസ്തുക്കൾ പരസ്പരം എന്ത് ചെയ്യുക, ആകർഷിച്ചുകൊണ്ടിരിക്കണം അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് റെപ്രസെന്റ് ചെയ്യുക, രണ്ട് അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് ഉള്ളത് രണ്ട് വസ്തുക്കളുടെ ഇടയിൽ. ഓക്കെ, അപ്പൊ m1 മാസിലും m2 മാസിലെ ഫോഴ്സ് റെപ്രസെന്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെയ്താൽ ഫോഴ്സ് acting m2 due to m1. m2 എന്നുള്ള ഫോഴ്സ്, അതായത് m2 എന്നുള്ള മാസം എന്ത് ചെയ്യുക, m1 എന്നുള്ള മാസം ഇങ്ങോട്ട് വലിക്കുകയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഫോഴ്സിനെ റെപ്രസെന്റ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തൂടെ, F21 റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഈ m2 എന്നുള്ള മാസിനെ m1 എന്നുള്ള മാസ് അട്രാക്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ടല്ല ഉണ്ടാവുക, അപ്പോൾ F12 എന്ന് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് m2 ഡ്യൂ ടു m1 കൊണ്ട് ഉണ്ടായ m2 ഉണ്ടായ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇത് F21 എഴുതിക്കൂടെ. ക്ലിയർ ആണല്ലോ? ഇനി അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് ആക്ടിങ് m1 ഡ്യൂ ടു m2 മാസ്,
അങ്ങനെയാണ് ഈക്വൽ ടു F12. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ നമുക്കറിയാം ന്യൂട്ടന്റെ രണ്ടാം നിയമ പ്രകാരം, തേർഡ് ലോ പ്രകാരം, ന്യൂട്ടൺസ് തേർഡ് ലോ പ്രകാരം എന്താ, എവരി ആക്ഷൻ ദർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയാം. അങ്ങനെയാണ് നമുക്ക് ഇവിടെ ഉള്ള ഫോഴ്സ് എന്ന് പറഞ്ഞാൽ F12 ഈക്വൽ ടു F21 എഴുതി കൂടെ മൈനസ് കൊടുക്കാം. ക്ലിയർ ആണല്ലോ? ഈ അതായത് എല്ലാ ആക്ഷനും എന്ത് ചെയ്യാം, ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിയാക്ഷൻ ഉണ്ടാവും. അതാണ് മൈനസ് ചിഹ്നം കൊടുത്തത് അല്ലെ. ഈ ആക്ഷൻ ഓപ്പോസിറ്റ് ആണ് ചെയ്യുക, റിയാക്ഷൻ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നെഗറ്റീവ് സൈൻ ഇവിടെ എടുക്കും. ഓക്കെ, ഇത്ര കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത്, നമുക്കറിയാം ഇപ്പോ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പ്രകാരം എഴുതുകയാണെങ്കിൽ F12 എന്ന് പറയുന്നത് Gm1m2 ഡിവൈഡഡ് ബൈ R² അല്ലേ. R² ഇല്ല. പക്ഷെ നമുക്കറിയാം ഈ R എന്നൊക്കെ പറയുന്നത് ഈ വെക്റ്റർ ഫോമിലായതുകൊണ്ട് നമ്മുടെ ഫോഴ്സ് അല്ലേ പറയാം. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യണം, വെക്റ്റർ എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, F12 ഇത് വെക്റ്റർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു എപ്പോഴും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വെക്റ്റർ ക്വാണ്ടിറ്റി യൂണിറ്റ് മാത്രമാണ്, മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ Gm1m2 ഡിവൈഡഡ് ബൈ R12 എന്ന് എഴുതാം, ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് R12. അപ്പൊ എന്താ പറഞ്ഞത്, ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിനെ ഒരിക്കലും എന്ത് ചെയ്യാം, നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു മാഗ്നിറ്റ്യൂഡ് കാണാണ്. ഓക്കെ, അപ്പൊ R12ന്റെ സ്ക്വയർ ഇൻറ്റു R12. F21 എന്ന് പറയുമ്പോൾ Gm1m2 ഡിവൈഡഡ് ബൈ R21ന്റെ സ്ക്വയർ ഇൻറ്റു R21 ക്യാപ്. ഓക്കെ, അപ്പൊ R12 ആൻഡ് R21 എന്നൊക്കെ പറയുന്നത് അതിന്റെ മാഗ്നിറ്റ്യൂഡും, അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജനറൽ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും, F is equal to Gm1m2 ഡിവൈഡഡ് ബൈ R² ഇൻറ്റു R ക്യാപ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു ഇക്വേഷന്റെ ഇതിനാണ് വെക്റ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ലോ എന്ന് പറയുന്നത്. എന്താണ് വെക്റ്റർ ഫോം ഓഫ് ഗ്രാവിറ്റേഷൻ ലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതാണ് അതിന്റെ വെക്റ്റർ ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ പറയാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷൻ ലോ. ഈ ഗ്രാവിറ്റേഷൻ ലോന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാണ്. എപ്പോഴും ഞാൻ പറഞ്ഞത് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുക, എപ്പോഴും അട്രാക്റ്റീവ് ആണ്. എന്ത് ചെയ്യുക, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുക, നമുക്കറിയാം സണ്ണാണല്ലോ ഉള്ളത്, സണ്ണ് എപ്പോഴും എന്ത് ചെയ്യുക, പ്ലാനറ്റിനെ അട്രാക്ട് ചെയ്തുകൊണ്ട് നിൽക്കുക. ഓക്കെ, അപ്പൊ അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുക, എപ്പോഴും അട്രാക്റ്റീവ് ആണ്, ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഓൾവേസ് അട്രാക്റ്റീവ് ഇൻ നേച്ചർ. ഓക്കെ, ഇനി ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുക, എപ്പോഴും സെൻട്രൽ ഫോഴ്സ് ആണ്. കാരണം എന്താ, എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യുക, സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുക. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഒരു സെൻട്രൽ ഫോഴ്സ് ആണ്, എല്ലാ വസ്തുക്കളും സെൻട്രലിലേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഇസ് എ സെൻട്രൽ ഫോഴ്സ്. ഓക്കെ, ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഈ കൺസർവേറ്റീവ് ഫോഴ്സ് ആണെങ്കിൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഫോഴ്സുകൾ എന്ത് ചെയ്യുക, കൺസർവേറ്റീവ് ഫോഴ്സ് പറയാം. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പം ഒരു എന്താ നമുക്കറിയാം, ഇപ്പം ഒരു വസ്തു ഇവിടുന്ന് എ എന്നുള്ള പോയിന്റിൽ നിന്ന് പോയി ബി എന്നുള്ള പോയിന്റിലേക്ക്, എ എന്നുള്ള പോയിന്റിലേക്ക് തിരിച്ചെത്തി. അങ്ങനെയാണ് ഉള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞാൽ എന്താ, ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ dr ആണെങ്കിൽ 0 അല്ലേ. അപ്പൊ എ എന്നുള്ള പോയിന്റ് തുടങ്ങിയിട്ട് ബി എന്നുള്ള പോയിന്റിലേക്ക്, എ എന്നുള്ള പോയിന്റിലേക്ക് രണ്ടാമത് റിട്ടേൺ എടുത്താൽ അപ്പൊ എന്താണ് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് dr എന്ന് പറഞ്ഞാൽ ഇവിടെ 0 ആണ് വിചാരിക്കാം. dr ആണ്, dr എന്ന് പറഞ്ഞാൽ 0. അത്ര കാര്യങ്ങൾ മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഇതൊരു ക്ലോസ്ഡ് ലൂപ്പ് ആയിട്ട് എടുക്കാം. എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് അല്ലെ, അത് എ എന്നുള്ള പോയിന്റ് തുടങ്ങിയിട്ട് എയിൽ തന്നെ എത്തുകയാണ്. അപ്പൊ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം, 0 ആയിരിക്കും. അതായത് വർക്ക് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്പിലെ വർക്ക് എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ F.dr എന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം വർക്ക് എന്ന് പറഞ്ഞാൽ F.dr, ഇന്റഗ്രൽ F.dr എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ dr എന്ന് പറഞ്ഞാൽ എന്താ, 0 ആണ്. അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, വർക്ക് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. അതായത് W is equal to ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് ds. ഓക്കെ, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ dr എന്നാണ് എടുത്തത്. ഓക്കെ, അപ്പൊ dr ഇവിടെ 0 ആണ് അല്ലെ. അപ്പൊ ക്ലോസ് ലൂപ്പിൽ എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് എന്ന് പറഞ്ഞാൽ എന്താ, അതും 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം, ഇത് പാത്ത് ഇൻഡിപെൻഡന്റ് ആണ്. കൺസർവേറ്റീവ് ഫോഴ്സ് പറഞ്ഞാൽ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫോഴ്സ് അല്ല. അപ്പൊ എന്ത് ചെയ്യാം, ഓക്കെ, ഇവിടെ വർക്ക് 0 ആയിരിക്കും. ഇനി വീക്കസ്റ്റ് ഫോഴ്സ് ഇൻ നേച്ചർ. ഓക്കെ, ഇപ്പൊ പ്രകൃതിയിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. പക്ഷെ ഇവ എന്ത് ഏറ്റവും റേഞ്ച് കൂടിയ ഫോഴ്സ് ആണ്. അപ്പൊ അതായത് കുറെ ദൂരം ഉള്ള ആക്ട് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, അതുകൊണ്ട് തന്നെ വീക്ക് ആയിരിക്കും ഫോഴ്സ്. പക്ഷെ കുറെ ലോങ് റേഞ്ച് ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഒക്കെ എന്ത് ചെയ്യുക, കുറെ റേഞ്ചിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. പക്ഷെ അതിൽ ഏറ്റവും വീക്കസ്റ്റ് ഫോഴ്സ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്, പിന്നെ വീക്കസ്റ്റ് ഫോഴ്സ് ആണ്.
ഓക്കെ. പിന്നെ ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. അപ്പൊ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എല്ലാ ഭാഗത്തും ഒരേ വാല്യൂക്ക് ഉണ്ടാവും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. ഇപ്പൊ ഭൂമിയിൽ എവിടെ എടുക്കുകയാണെങ്കിൽ ജീന്റെ വാല്യൂ എന്ത് ചെയ്യുക, തുല്യമായിരിക്കും. ഇപ്പൊ ഞാൻ ഉദാഹരണമായിട്ട് ഇപ്പം നമ്മള് ജലത്തിലാണെങ്കിൽ ഒരു വസ്തു ഉള്ളതെന്ന് നിൽക്കുക, ആ വസ്തുവിന്റെ ആക്ട് ചെയ്യുന്ന ജീന്റെ വാല്യൂ, അതുപോലെ തന്നെ എയറിൽ നിൽക്കുന്ന വസ്തുവിന്റെ ജീന്റെ വാല്യൂ എന്ത് ചെയ്യുക, എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അതായത് ഇൻഡിപെൻഡന്റ് ഓഫ് മീഡിയം. അപ്പൊ ഏത് മീഡിയത്തിലാണോ എന്നുള്ളതല്ല കാര്യം, ഭൂമി എന്ത് ചെയ്യുക, എല്ലാ വസ്തുക്കളും ഒരേ അതിന്റെ സെന്ററിലേക്കാണ് ആകർഷിക്കുന്നത്. അവിടെ നിന്നാണ് അപ്പൊ എന്താണ് ജീന്റെ വാല്യൂ എന്ത് ചെയ്യുക, എപ്പോഴും തുല്യമായിരിക്കും. ഓക്കെ. അപ്പൊ പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, ഇപ്പം ഭൂമിയിൽ ജീന്റെ വാല്യൂ എല്ലാം തുല്യമായിരിക്കും, പക്ഷെ ജീന്റെ വാല്യൂ എപ്പോഴും എന്ത് ചെയ്യുക, വേറെ പ്ലാനറ്റിൽ എന്ത് ചെയ്യുക, വ്യത്യസ്തമായിരിക്കും. പിന്നെ ഒബേ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഓക്കെ. ഇപ്പൊ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക, ഇവ അനുസരിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ബോഡി എടുക്കുക, ആ ബോഡിയിലേക്ക് എന്ത് ചെയ്യുക, കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യണമെന്ന് വെച്ചോ, കുറെ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഈ ഫോഴ്സ് F1, ഇത് F2, ഇത് F3, ഇത് F4. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ ഫോഴ്സ് പറഞ്ഞാൽ നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പൊ ആ ബോഡി എന്ത് ചെയ്യാം, സോറി അങ്ങനെയല്ല, ഒരു മിനിറ്റ്. ഓക്കെ. ഇവിടെ എന്താണ് നെറ്റ് ഫോഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഫ് നെറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോട്ടൽ ഫോഴ്സിന്റെ സം എടുത്താൽ പോരെ. അതായത് F1 പ്ലസ് F2 പ്ലസ് F3 പ്ലസ് F4 കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടോട്ടൽ ഫോഴ്സ് എത്ര ഫോഴ്സ് ആണ് ഇവിടേക്ക് ആക്ട് ചെയ്യുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലോ. അതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ പറഞ്ഞത്. അപ്പോൾ ഇത് ഒബേ ചെയ്യുന്നത്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിനെ ഒബേ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രാവിറ്റേഷണൽ ലോയിൽ ഇപ്പൊ ഈ 6 പ്രോപ്പർട്ടീസ് ഉണ്ട്. ഈ 6 പ്രോപ്പർട്ടി നിർബന്ധമായും പഠിച്ചിരിക്കുക. ഓക്കെ. അപ്പോ ഇന്ന് ഇത്ര മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്ത് ചെയ്യാം, അത് അടുത്ത ക്ലാസ് നമ്മൾ കാണും. അതുവരെ ഗുഡ് ബൈ.